സൈക്കിൾ യാത്രക്കാരനായ യുവാവിനെ ഇടിച്ചു തെറിപ്പിച്ച കാർ കണ്ടെത്താനാകാതെ പോലീസ്. കാസർഗോഡ് തളിച്ചാലത്തെ വിനീതിനെയാണ് കാർ ഇടിച്ചത്. അപകടം നടന്നിട്ട് 3 ആഴ്ച പിന്നിടുന്നു. ഗുരുതരമായി പരിക്കേറ്റ യുവാവിൻ്റെ ചികിത്സയ്ക്കായി സഹായ കമ്മിറ്റി പ്രവർത്തിച്ചു വരികയാണ്. കാറിടിച്ചു തെറിപ്പിച്ച ഇളമ്പച്ചി തളിച്ചാലത്തെ 39-കാരൻ കുന്നിയൂർ വിനീതിന്റെ അവസ്ഥ ഇതാണ്. കാലെല്ലുകളും തോളെല്ലും തകർന്ന് ഗുരുതരമായി പരിക്കേറ്റ വിനീതിന് ഭക്ഷണം കഴിക്കാനും ടോയ്ലറ്റിൽ പോകാനുമെല്ലാം പരസഹായം ആവശ്യമാണ്. കഴിഞ്ഞ മാസം നവംബർ 11-ന് ബന്ധുവീട്ടിൽ പോയി മടങ്ങി വരികെ രാത്രി 9 മണിയോടെയായിരുന്നു സൈക്കിളിൽ സഞ്ചരിച്ച വിനീതിനെ കാറിടിച്ച് തെറിപ്പിച്ചത്. പയ്യന്നൂർ തൃക്കരിപ്പൂർ പ്രധാന പാതയിൽ വെച്ചായിരുന്നു അപകടം. എന്നാൽ ഇടിച്ച കാർ കണ്ടെത്തി നടപടികൾ സ്വീകരിക്കുവാൻ പോലീസിന് ഇനിയും സാധിച്ചിട്ടില്ല. പയ്യന്നൂരിലെ സഹകരണ ആശുപത്രിയിലും കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലും ദിവസങ്ങളോളം ചികിത്സയിൽ കഴിഞ്ഞ വിനീതിന് ഇതിനകം 3.5 ലക്ഷത്തോളം രൂപ ചിലവായി കഴിഞ്ഞു. സൈക്കിൾ എടുത്തിട്ട് ഞാൻ വരികയായിരുന്നു. അത് തൃക്കവില ഭാഗത്ത് തെക്കുമ്പാട് മെയിൻ റോഡിൽ നിന്ന് കുറച്ച് 100 മീറ്റർ അപ്പുറത്തി കുറച്ച് സൈക്കിൾ എടുത്ത് മുമ്പിലോട്ട് പോകുന്ന സമയത്ത് പയ്യന്ന് വന്ന കാറ് ഇടിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഒന്നും നോർമലായിട്ട് ഓർമ്മയില്ല. പിറ്റേന്ന് രാവിലെ ഹോസ്പിറ്റലിൽ എത്തിയതാണ് ഓർമ്മ. വിനീതിന്റെ തുടർ ചികിത്സക്കായി 10 ലക്ഷത്തോളം രൂപ ആവശ്യമാണ്. ഇതിനായി ചികിത്സാ സഹായ കമ്മിറ്റി പ്രവർത്തിച്ചു വരികയാണ്. 5 മാസം മുൻപ് അമ്മ മരണപ്പെട്ട ശേഷം പെയിന്റിംഗ് തൊഴിലാളിയായ വിനീത് വീട്ടിൽ തനിച്ചാണ് താമസം. അമൃത ന്യൂസ്, കാസർഗോഡ്.